ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ പ്രോജ്വലിക്കുന്ന ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ ആദ്യമായും വിനയഭരിതനായി ഭക്താദരപൂർവ്വം പ്രണമിക്കുകയാണ്. സംസ്ഥാന പുരാരേഖാ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഗാന്ധി സ്മൃതി സംഗമം, ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ തുടങ്ങി ഈ സംഗമവേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായും എൻ്റെ അഭിവാദനങ്ങളും ആശംസകളും നേരുകയാണ്. ഈ വർത്തമാനകാലത്ത് നമുക്ക് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഗാന്ധി സ്മൃതി നിലനിർത്തേണ്ടതും ആരംഭിക്കേണ്ടതും അനിവാര്യമാണ്. ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം മുഴക്കുന്ന ഒരു സംഘാടനത്തിന് ഭാഗം കൂടിയാണ്. ലോകം ഗാന്ധിയിലേക്ക് മടങ്ങുകയാണ്. 156ാമത് ജന്മദിനം ലോകമാകെ ആചരിക്കുകയാണ്. ഗാന്ധിയുടെ ജന്മദിനം അത്രയേറെ വിശിഷ്ടമായ ഒരു ദിനമാണ്. ലോക സമാധാനത്തിന് വേണ്ടി എത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ മുഖകവാടത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ഉജ്ജ്വലമായൊരു പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ലോക സമാധാനത്തിന് വേണ്ടി ഒരു ദിനം ആചരിക്കണം. ഐക്യരാഷ്ട്ര സംഘടന ഏകണ്ഠമായി തീരുമാനിച്ചു. ആ ദിനം ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ആയിരിക്കണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിയിലേക്ക് മടങ്ങുകയാണ് ലോകം. ആ ഗാന്ധിക്ക് ജന്മം നൽകിയ നാടിനും അതുപോലെ സ്വീകരിക്കാൻ കഴിയും. ഗാന്ധിയൻ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും എന്താണ് ഗാന്ധിജി, ആരാണ് ഗാന്ധിജി, ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ അനിർവചനീയമായ വാക്കുകളിലേക്കും അക്ഷരങ്ങളിലേക്കും ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ കടന്നുപോയേ പറ്റും. ചരിത്രം ചരിത്രമാണ്. ആ ചരിത്രം സൃഷ്ടിച്ച ചരിത്രത്തിൻ്റെ സൃഷ്ടികർത്താക്കളാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ. അവരുടെയൊക്കെ സേവനങ്ങളെയും സംഭാവനകളെയും നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിയിലേക്ക് മടങ്ങേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമായി മാറി വരുന്നത്. ലോകം തന്നെ ഗാന്ധിയിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് ഗാന്ധിജി, ലോകാരാധ്യനായ ഗാന്ധിജി, ആ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അഹിംസാത്മകമായ സമരം നടന്നത് ഇന്ത്യയിൽ. സൂര്യൻ അസ്തമിക്കാത്ത വിപുലമായ ഒരു സാമ്രാജ്യത്വം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ സിംഹാസനത്തിനെതിരായി നടന്ന ഐതിഹാസികമായ സമരം, ആ സമരം അഹിംസാത്മകമായ സമരമായിരുന്നു. അക്രമത്തിൻ്റെ മാർഗമല്ല, സംഘബലത്തിൻ്റെ മാർഗമല്ല, നേരെ മറിച്ച് ആശയത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്മനോഭാവത്തിൻ്റെയും കൂട്ടായ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന സമരം. ആ അഹിംസാത്മകമായ സമരത്തിന് മുമ്പിൽ ബ്രിട്ടീഷ് സിംഹാസനത്തിന് കീഴടങ്ങേണ്ടി വന്നു. ലോകത്തെ ഏറ്റവും വലിയ അധികാര ശക്തിയുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഗാന്ധിജിയുടെ ആ ജീവിതത്തിലെ ത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കടന്നു വന്നത്. ഇത് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഭരണഘടനയും ആ ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശങ്ങളും മതേതരത്വവും മതസാഹോദര്യവും പരമാധികാരവും എല്ലാം ഈ രാജ്യത്തിൽ ലഭ്യമാക്കാൻ ജീവിതം സമർപ്പിച്ച മഹാചൈതന്യധന്യമായ ജീവിതത്തിൻ്റെ സൃഷ്ടി, അതാണ് ഗാന്ധിജി എന്ന് പറയുന്ന മഹാപുരുഷൻ. ആ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടൽ തുളച്ചുകയാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ വെടിയുണ്ടകൾക്ക് ഗാന്ധിയുടെ ഭൗതിക ശരീരം മാത്രമേ നഷ്ടപ്പെടുത്താൻ കഴിയൂ. ഗാന്ധിയൻ ദർശനങ്ങളും ഗാന്ധിയുടെ ജീവിത മൂല്യങ്ങളും ഗാന്ധിയുടെ മാർഗങ്ങളും തിരോഭൂതമാക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഒരു അപശബ്ദം നമ്മൾക്ക് അടുത്ത കാലത്ത് കേട്ടു. ഗാന്ധിയുടെ ഘാതകനെ ചരിത്രപുരുഷനായി വാഴ്ത്താൻ, ക്ഷേത്രങ്ങളും പ്രതിമകളും സ്ഥാപിക്കാൻ ആ പാർലമെന്റ്, ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് സൃഷ്ടിക്കാനും പ്രയോജനപ്പെടുത്താനും സാധിച്ചതും ഗാന്ധിയുടെ ജീവത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ടാണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പുതിയ തലമുറ ഗാന്ധിയിലേക്ക് മടങ്ങിയേ പറ്റൂ.